നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ പറയുന്നത് കാറിൽ വെച്ചിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞ ഉടനെ ഒരു റിവ്യൂ പറയാന്നുള്ളൊരു കണ്ടീഷനായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് ജീത്തു ജോസഫിന്റെ ദൃശ്യം 3ക്ക് മുമ്പ് ജീത്തു ജോസഫ് ചെയ്ത ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള വലതുവശത്തെ കള്ളൻ എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. സിനിമ രാവിലത്തെ ഷോ തന്നെ കണ്ടു. ഇറങ്ങി ഇതാ കാറിൽ കയറിയ ഉടനെ തന്നെ നിങ്ങളോട് റിവ്യൂ പറയാന്നുള്ള രീതിയിലാണ് കാറിൽ വെച്ച് തന്നെ നമ്മൾ ഈ ഒരു റിവ്യൂ ആയിട്ട് വന്നിട്ടുള്ളത്. ആഹ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു ഫാക്ട് അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ ബിജു മേനോനെയും അതുപോലെ തന്നെ ജോജു ജോർജിന്റെയും പ്രകടനമാണ്. ഒന്നും പറയാനില്ല, അസാധ്യമായിട്ടുള്ള ഒരു പ്രകടനമാണ് രണ്ടുപേരും ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. നമുക്കറിയാം, ജോജു ജോർജ് ആയി കഴിഞ്ഞാലും ബിജു മേനോൻ ആയി കഴിഞ്ഞാലും ഒരേ പാറ്റേണിലുള്ള അവർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളെ എക്സ്ട്രീം ലെവലിൽ എത്തിക്കാൻ കഴിവുള്ള രണ്ട് നടന്മാരാണ്. അപ്പം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു സിനിമയിൽ എത്തുന്നു എന്നുള്ളത് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന ഒരു സിനിമ കാണാനുണ്ടായിട്ടുള്ള ഒരു പ്രേരണ എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് അവരുടെ പ്രകടനം വലിയ രീതിയിൽ തന്നെ ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ ലെന ലെന നല്ലൊരു ക്യാരക്ടറായിരുന്നു. അതുപോലെ നമ്മുടെ ലിയോണ എന്ന് പറയുന്ന കുട്ടി, അവരും നല്ലൊരു കഥാപാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലെ ഒരു കഥാപരിസരം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കഥയാണ് ഈ ഒരു സിനിമ നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അത് കണ്ടിട്ടില്ലാത്ത കഥ എന്നല്ല, നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. പക്ഷെ അതിനെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു സിനിമേന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സിനിമേന്റെ സ്ക്രിപ്റ്റ് പോയിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. ആഹ് അതായത് ഇതിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഇതിന്റെ മുമ്പ് ബാബുരാജനെ വെച്ചിട്ട് കൂദാശ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാള സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തിരക്കഥാകൃത്തിന്റെ രണ്ടാമത്തെ തിരക്കഥയാണ് ഇത് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് തന്നെ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. കുറെ സസ്പെൻസും കാര്യങ്ങളും ഒക്കെ എലമെന്റും ഒക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ നമുക്കറിയാം ജിത്തു ജോസഫിന്റെ സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. പുള്ളി എന്തായാലും കുറച്ച് ഈ ഒരു ക്രൈം ആയിട്ട് ബന്ധപ്പെട്ട സിനിമകളാണ് അധികം എടുത്തിട്ടുള്ളത്. മെമ്മറീസ്, ഡിറ്റക്റ്റീവ്, കൂമൻ, ദൃശ്യം, ഈ സിനിമയൊക്കെ നമ്മളിപ്പോ ഈ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മിറാജ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയായി കഴിഞ്ഞാലൊക്കെ കുറെ സസ്പെൻസും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് പുള്ളി പ്രധാനമായിട്ട് എടുക്കാറ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതും ഒരു ഡീസന്റ് സസ്പെൻസ് ത്രില്ലറൊക്കെ തന്നെയാണ്. ഒരു കുട്ടിയെ കാണാതാവുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ എന്താ പറയാ പ്രകടമാകുന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിലെ കുറച്ചൊക്കെ ലോജിക്കിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ കൂടി ഫസ്റ്റ് ഹാഫ് കുറെ സമയം നല്ല നമ്മുടെ എന്താ പറയാ നമ്മളെ കൂടുതലായിട്ട് സിനിമയിലേക്ക് എൻഗേജ്ഡ് ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. പക്ഷെ സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്നതോട് കൂടിയിട്ട് സിനിമ ഒന്ന് ഡൗൺ ആയി എന്ന് പറയാൻ പറ്റും. പ്രേക്ഷകനും സിനിമയും തമ്മിലുള്ള ഒരു ബന്ധം സെക്കൻഡ് ഹാഫിൽ എത്തുന്നതോട് കൂടിയിട്ട് നഷ്ടപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫീല്. കുറേ സ്ഥലത്ത് ലോജിക്ക് ഇല്ലാത്തതുപോലെയും ഇത് ഇങ്ങനെ ആവാമായിരുന്നില്ലേ എന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും ഈ ഒരു സീന് കാണുന്ന സമയത്ത് ഇതിങ്ങനെ ചിന്തിക്കാമായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്നുള്ള ഒരു തോന്നൽ വരുന്ന രീതിയിലുള്ള കുറെ ലോജിക്ക് ഇല്ലായ്മ ഈ ഒരു സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലോ ഇതിലെ പ്രധാനപ്പെട്ട ആക്ടേഴ്സ് ഒക്കെ നല്ല രീതിയിലുള്ള അഭിനയം കാഴ്ചവെച്ചെങ്കിൽ കൂടി ഇത് സപ്പോർട്ടിംഗ് ആയിട്ട് വന്നിട്ടുള്ള കുറേ ആൾക്കാരുടെ അഭിനയം എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. എനിക്ക് അതൊരു എന്താ പറയാ ഒരു നാടകത്തിലൊക്കെ അവര് അവതരിപ്പിക്കുന്ന ഒരു രീതിയിലാണ് അവർ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ചെയ്തു വെച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നത്. നാടകത്തിലൊക്കെ ഡയലോഗ് പറയുന്നത് പോലെ ഡയലോഗ് പറയാം, അത്തരത്തിലുള്ള കുറെ എന്താ പറയാ സിനിമയ്ക്ക് ചേരാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലും ഉണ്ടായിരുന്നു. അതിപ്പോ എനിക്ക് തോന്നുന്നു ജിത്തു ജോസഫിന്റെ എല്ലാ സിനിമകളിലും കുറെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ആളുകളെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ സിനിമയ്ക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. അതും ദൃശ്യത്തിലായി കഴിഞ്ഞാലും പുള്ളി കുറച്ച് സപ്പോർട്ടിങ് ആയിട്ടൊക്കെ കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്, കോമഡി താരങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പൊ അവരൊന്നും അത്രത്തോളം സിനിമയ്ക്ക് ഒരു ഇമ്പാക്ട് കൊടുക്കുന്ന ആളുകളല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ മൊത്തത്തിൽ സിനിമേന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ നമ്മുടെ പശ്ചാത്തല സംഗീതമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല വൃത്തിക്ക് തന്നെ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. സംവിധാനവും കുഴപ്പമില്ലായിരുന്നു. ജിത്തു ജോസഫിന്റെ ത്രില്ലർ സിനിമയിൽ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു തവണയെങ്കിലും കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. എന്നാൽ വാവ് എന്ന് അങ്ങനെ എടുത്തു പറയാൻ മാത്രം ഉള്ള വലിയൊരു സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഒരു സിമ്പിൾ സിനിമ, നമ്മുടെ ഒരു ഹ്യൂമൻ മിറാജ് ഒക്കെ പോലെ തന്നെ എന്താ പറയുക ഒരു സിമ്പിൾ സിനിമ അത്രേ ഉള്ളൂ. അല്ലാതെ മെമ്മറീസ് അതുപോലെ ഡിറ്റക്റ്റീവ്, ദൃശ്യം എന്ന സിനിമകളോടൊക്കെ കിടപിടിക്കുന്ന സിനിമയോ അങ്ങനെ ഒന്നല്ല. നല്ല രണ്ട് പെർഫോമേഴ്സ് ഉള്ള, അതായത് ജോജു ജോർജും ബിജു മേനോനും വളരെ നല്ല പെർഫോമൻസ് ആണ്. അവരുടെ ഒരു ഡീസന്റ് ത്രില്ലർ സിനിമ എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ഇതിനെ പറയാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഹാഫ് ഒക്കെ അത്യാവശ്യം കയ്യിൽ നിന്ന് പോയിട്ടുള്ള ഒരു സിനിമയാണ്. മൊത്തത്തിൽ ഒരു ആവറേജിനോട് അടുത്ത് നിൽക്കുന്ന
ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു തവണയെങ്കിലും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ ഒരു വലതുവശത്തെ കള്ളൻ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം നമ്മൾ ഈ ഒരു സിനിമ കണ്ട് നിങ്ങളോട് അഭിപ്രായം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ്. നമ്മളൊരു തരത്തിലുള്ള പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ സിനിമ മോശമായിട്ടുള്ള സിനിമകളെ വിജയിപ്പിക്കുക അല്ലെങ്കിൽ നല്ല സിനിമകളെ ഇകഴ്ത്തി കാട്ടുക എന്നുള്ള രീതിയിലൊന്നല്ല. നമ്മൾ നല്ല സിനിമയെ നല്ലതാണെന്നും മോശം സിനിമകളെ മോശമാണെന്നും പറഞ്ഞ് നിങ്ങളോട് അഭിപ്രായം പറയുന്ന വ്യക്തികൾ തന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മോശമല്ലാത്തൊരു ആവറേജിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് വലതുവശത്തെ കള്ളൻ. തീർച്ചയായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.